ഓട്ടോ വിളിക്കണോ? എന്നാലും എനിക്കതാ രോമാഞ്ചം ഇതുവരെ പോയില്ല. അതെ സംഭവം ഡാഡി സംഭവമാണെന്ന് എനിക്കറിയാം, പക്ഷെ നമ്മളിങ്ങനെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. അപ്പൊ ഭയങ്കര എല്ലാം നമ്മുടെ പിള്ളേരല്ലേ. ഡാഡി ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുള്ള ആൾക്കാരാണ്. ഡാഡി പറഞ്ഞൊക്കെ സത്യമായില്ലേ? അല്ല സത്യമാണെന്ന് എനിക്ക് അറിയായിരുന്നു, പക്ഷെ ഇങ്ങനെ അമ്മ ഒന്നും സമ്മതിക്കൂലോ. അല്ല നിന്റെ അമ്മയ്ക്ക് നിന്റെ മാമനും മാത്രമേ ഉള്ളൂ ഡാഡി ഒരു മാനവും വിലയൊന്നും ഇല്ലാത്തത്. പക്ഷെ അമ്മ ഒരിക്കലും ഇങ്ങനെ ഒന്ന് കാണണം, ഇത് അനുഭവിക്കണം. അന്തസ്സുണ്ട്, ഇങ്ങനെ ഇവിടെ തന്നെ വന്നിരിക്കണം. എടേ നിങ്ങളെയൊക്കെ ഞാൻ ഓരോ കാര്യം ഏൽപ്പിച്ച് അത് കൃത്യമായിട്ട് ചെയ്യാൻ വയ്യടേ. നീ എന്തിനാ ഇവിടെ വന്നിരിക്കണം? പിള്ളേരെ പിടിക്കാൻ. പറഞ്ഞു വോട്ടർ ലിസ്റ്റിൽ പിള്ളേരെ ചേർക്കണമെന്ന്. ഇവിടെ ഇരുന്ന് ഇപ്പൊ സ്കൂളിട്ട് സമയം സ്കൂളിട്ട് കുട്ടി പിള്ളേരൊക്കെ ഇവിടെ പോകും, അപ്പൊ പിള്ളേരെ പിടിച്ച് ചേർക്കാം. നടരാജ പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന പിള്ളേരെന്ന് പറഞ്ഞാൽ ഏറിയ 13, 14 അല്ലെങ്കിൽ 15 വയസ്സല്ലേ വരുള്ളൂ. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കണമെങ്കിൽ 18 വയസ്സ് പ്രായപൂർത്തിയാവണം. അങ്ങനെയുള്ള പിള്ളേരാണ് ചേർക്കാൻ പറഞ്ഞത്. എന്റെ അളിയ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ 5ാം ക്ലാസ് പഠിക്കുന്ന ഒരു കൊച്ചിനെ പിടിച്ച് വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർക്കാൻ നിർത്തിയിരിക്കുന്നു. കേസാവോ ഞാൻ പറഞ്ഞു വിട്ടാ എങ്ങനെ? 4ാം ക്ലാസ്സിലെ കുട്ടി പഠിക്കും. 4ാം ക്ലാസ്. നീ കർത്താവിനെ ഓർത്ത് നീ ഓട്ടം പിടിക്കണ്ട, നീ പിള്ളേരെയും പിടിക്കണ്ട, നീ ഒന്നും ചെയ്യണ്ട. നീ സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഇരുന്നോ? അല്ല ഡാഡി മോളൂടെ അവിടെ പോയിട്ട് വരുന്നു. അക്ഷയാസാണ് എനിക്ക് 18 കഴിഞ്ഞിട്ട് വോട്ടേഴ്സ് ഐഡി എടുത്തില്ലല്ലോ. നമുക്ക് ഉത്തരവാദിത്തം എല്ലാം അറിയാൻ പറ്റില്ലല്ലോ. പാർട്ടിയോട് കൂടുതലുണ്ട്, ഒരു വോട്ട് കൊണ്ടുപോയി ലിസ്റ്റ് ചേർത്തിട്ട് വരികയാണ്. അളിയാ ഇതാണ് വേണ്ട. നമ്മളെ പോലെ മോളെ പോലെ ഷുവർട്ടി ഉള്ള വോട്ടുകൾ നമ്മൾ ചേർക്കണം. അങ്ങനെ ഷുവർട്ടി ഉള്ളത് മാത്രമല്ല, എല്ലാവരെയും പരമാവധി നമുക്കറിയാവുന്നുള്ള പരമാവധി പ്രായപൂർത്തിയായ കുട്ടികളെയൊക്കെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കണം. അവര് നമുക്ക് വോട്ട് ചെയ്യില്ലെന്ന് ആര് കണ്ട്? അല്ല വോട്ട് ചെയ്യാൻ അനുസരിച്ചല്ലോ എല്ലാവർക്കും പേര് ചേർത്തിരിക്കണമല്ലോ കാര്യം കേട്ടാ. നീ ഇതിലെ ഒന്നും എന്റെ ആൻസറേ അളിയ ഇവന് ഒരു ബഹുമാനവും ഇല്ല എന്റെ അടുത്ത്. ഞാൻ ഒരു മെമ്പറാന്ന് പോലും ഇവൻ കണക്കാക്കുന്നില്ല. അതെ അവൻ നിന്നെ ബഹുമാനിക്കണമെങ്കിൽ നീ ആദ്യം എന്നെ ബഹുമാനിക്കണത് അവൻ കാണണം. നീ എന്നെ ബഹുമാനിക്കണത് അവൻ കാണുമ്പോൾ അവൻ നിന്നെ ബഹുമാനിച്ചു. ശരി, ഇപ്പം നീ ബഹുമാനിച്ചത് ആക്കിയതാണെന്ന് എനിക്കറിയാം. ഇതല്ല വേണ്ടത്. ഉള്ളി എന്ന് പറഞ്ഞു സത്യസന്ധമായിട്ട് ശരി കേട്ടാ. നേതാക്കന്മാര് പറയണ അനുസരിച്ച് ബഹുമാനത്തോടെ നടക്കാൻ നോക്ക്. വാ കേട്ടാ, ബഹുമാനിക്കാൻ പഠിക്കും. ശരി ശരി. കഷ്ടം, രാവിലെ അങ്ങ് ഇറങ്ങിക്കോണം. എടേ ചായ കുടിക്കാൻ പൈസ ഉണ്ടോ? പൊറോട്ടം ബീഫ് മേടിച്ചു തരുമോ? ഒരു പരിപ്പൂട പൈസ കിട്ടൂ. ഓടെ നീ എങ്ങോട്ടെങ്കിലും. ഇന്നലെ വരെ ഷമ്മീസ് നോക്കിട്ട് ഇതുവഴി ഓടി നടന്ന പെൺകൊച്ച അത്ര പെട്ടെന്ന വലുതായത്. വലുതായെന്ന് പറഞ്ഞാലേ ഇന്ത്യൻ പൗര 18 വയസ്സായ വോട്ടേഴ്സ് ലിസ്റ്റ് പേര് വരിക മാത്രമല്ല, ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാം, മാരേജ് ലൈസൻസ് എടുക്കാം, അങ്ങനെ കുറെ കാര്യമുണ്ട്. എന്ത് പൊട്ടന മാരേജ് ലൈസൻസോ മാരേജ് സർട്ടിഫിക്കറ്റ്? ഞാൻ ഉദ്ദേശിച്ചതേ കല്യാണം കഴിച്ച് ഭർത്താവിനെയും കുട്ടികളെയൊക്കെ പോറ്റാനുള്ള ലൈസൻസ്, അതാണ് മാരേജ് ലൈസൻസ്. പറഞ്ഞേ അതായത് കല്യാണം കഴിച്ച് കുട്ടികളെയും മക്കളെയൊക്കെ പോറ്റാനുള്ള ലൈസൻസ്. റോസ് ചേച്ചി അച്ചാച്ചനെ പിള്ളേരെയൊക്കെ പോറ്റണ പോലെ. ഈ പറഞ്ഞ റോഷി ചേച്ചി വീട്ടിൽ വെറുതെ ചൊറിയും കുത്തി ഇരിക്കുക. ഈ അധ്വാനശീലൻ ഇവിടെ നെഞ്ചം വിരിച്ചിരിക്കുന്നതുകൊണ്ട് ആ കുടുംബം പോകുന്നുണ്ട്. ഇവിടെ തുന്നൽ പണി ചെയ്ത് നിങ്ങളുടെ പൊന്നാങ്ങളെ തകഞ്ചേട്ടത്തിൽ പോറ്റുന്നില്ലേ, അതേപോലെ. അത് ശരിയാ, അത് ശരിയാ, അത് കറക്റ്റ്. പക്ഷെ വേറൊരു കാര്യം ഉണ്ടോ റൊണാൾഡെ, ഇപ്പൊ ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യനെയും സഹായിക്കും, പിന്നെ അവരുടെ പിള്ളേരെ നോക്കണമല്ലോ. പക്ഷെ ഭർത്താവിന്റെ സഹോദരനെ നോക്കണം എന്ന് പറയുന്നതിനകത്ത് ഇന്ത്യൻ ഭരണഘടനയിൽ പോലും ഇല്ല. ഉണ്ടോ? അത് കറക്റ്റ് ചേച്ചി. ഭരണഘടനയൊക്കെ നിങ്ങൾ അരച്ചു കലക്കി കുടിച്ചിട്ടിരിക്കുകയാണോ? അങ്ങനെ ഭരണഘടന എടുത്തൊന്ന് വായിക്കണമല്ലോ. ഈ പറഞ്ഞ പോയിന്റ് അധികം ഉണ്ടോന്ന് എനിക്കൊന്നും അറിയണോ? ഇല്ലെങ്കിൽ ഞങ്ങൾ എഴുതി ചേർക്കും. എഴുതി ചേർക്കാനും കൂട്ടി വായിക്കാനും നിങ്ങൾ രണ്ടുപേരെ കഴിഞ്ഞ് ഇനി ലോകത്ത് പെണ്ണുങ്ങൾ ഉണ്ടാവണം. ഇങ്ങോട്ട് നോക്കിയേ, ഇപ്പൊ അതുങ്ങൾ വരും. അന്നേരം ഈ കല്യാണത്തിന്റെ കാര്യം ഡ്രൈവിങ്ങിന്റെ കാര്യം പ്രത്യേകിച്ച് ചേച്ചി ഒന്ന് കരുതിയിരുന്നു. ഒന്നാമത് ഇവിടെ ഏട്ടന്റെ വണ്ടിയുണ്ട്, അവൾ അതെടുത്ത് വെച്ചിട്ട് ഓടിക്കും, ലൈസൻസ് എടുക്കാന്ന് പറയും. ഭയങ്കര പൈസയെന്ന് തോന്നണല്ലേ ഇപ്പൊ ലൈസൻസ് എടുക്കണ എത്ര പൈസ ഞാൻ വിചാരിച്ചിട്ട് പോലും നടന്നിട്ടില്ല. നല്ല പൈസയാവും. ഇവനില്ല ഇതുവരെ. അപ്പൊ ലൈസൻസ് ഇല്ലേ? ഇല്ല. ലൈസൻസ് ഇല്ലേ നിനക്ക്? ഇതിങ്ങനെ ഇവിടെ ഓല അലച്ചോടെ കേൾപ്പിച്ച് ആരും കേൾപ്പിക്കാനോ നിൽക്കണ്ട.
ഒന്നാതെ കനകമൊച്ചം എടുത്ത് വണ്ടി വെച്ചാൽ വലിയ പാട. ഇനി ഇതുകൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ തരത്തേ. ദൈവമേ, ലൈസൻസ് ഇല്ലാതെയാണ് ഏട്ടന്റെ വണ്ടി എടുത്തോണ്ട് പോണത്? ഹലോ, ഐ ആം എ മെക്കാനിക് ഇൻ പ്രൊഫഷണൽ വർക്ക്ഷോപ്പ്. ഞങ്ങൾക്ക് വണ്ടി ഓടിക്കണമെങ്കിൽ ലൈസൻസിന്റെ ആവശ്യമില്ല കേട്ടോ. ഇനി ഒന്ന് ഓടിച്ചു നോക്ക്. അല്ല, ഈ മെക്കാനിക്കിന് ലൈസൻസിന്റെ ആവശ്യമില്ല, പക്ഷെ വണ്ടി ഓടിക്കണതിന് ലൈസൻസിന്റെ ആവശ്യമുണ്ട്. അല്ല, ഇനിയൊന്ന് ഓടിച്ചു നോക്ക്. ഏട്ടനെ ലൈസൻസ് ഇല്ലാത്തതിനെ പിടിച്ചിട്ട് അകത്തിടും. ഈ ഏട്ടന്റെ വണ്ടി ഞാൻ ചോദിക്കുന്നില്ല, പോരെ? ഏട്ടന്റെ വണ്ടി എന്നല്ല, ഒരു വണ്ടി നീ ഓടിക്കരുത്. അതെന്ത്? ആ, പെണ്ണും പിള്ളേ, ഒരു മെക്കാനിക്ക് വണ്ടി ശരിയാക്കാൻ കൊണ്ടുവരുമ്പോൾ അതിന്റെ കംപ്ലൈന്റ് റെഡിയാക്കിയിട്ട് ഓടിച്ച് നോക്കിയാലേ അത് മനസ്സിലാക്കാൻ പറ്റൂ. പിന്നെ എങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ബൈക്കിന് ഇന്ന കംപ്ലൈന്റ് റെഡി ഓടിച്ച് നോക്കണ സമയത്ത് പോലീസ് പിടിച്ചാലോ? ഇച്ചിരി കീലും പരട്ടി കൈവെള്ളം ഇച്ചിരി ഗ്രീസും പരട്ടിയാൽ മതി. മെക്കാനിക്കിന്റെ ഐഡന്റിറ്റി അതാ. അപ്പൊ ഈ ലോകത്തിലുള്ള ഒരു മെക്കാനിക്കിന് ലൈസൻസ് വേണ്ടേ? എല്ലാവർക്കും ഇല്ലെന്നല്ല, ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഉണ്ട്. ആ ഇല്ലാത്തവർ ഓട്ടത്തിൽ പൊട്ടത്തരം പറയേ ചേച്ചി. ഓടിക്കട്ടെ. കണ്ട, തങ്കച്ചേട്ടത്തിക്ക് അതിനെ മനസ്സിലായി. പക്ഷെ പെങ്ങളെ നിനക്കത് മനസ്സിലായില്ല. ഇല്ല, മനസ്സിലായി. പറഞ്ഞു. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ലൈസൻസ് എടുത്തിട്ട് ഓടിക്കാൻ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്, ലവനിപ്പോൾ പഠിക്കും. ആരെ വിട്ടു? എന്റെ മോൻ. എനിക്കൊരു വണ്ടി വാങ്ങിച്ചു തരുമോ? അമ്മക്ക് വണ്ടി മേടിച്ചു തരാം. അമ്മ വണ്ടി മേടിച്ചു. 100 രൂപയ്ക്ക് ഭീമാപ്പള്ളിന്നേ ഞാനൊരു കാറ് മേടിച്ചേരാം. എടാ പോടാ, നിന്നെക്കാളും മുമ്പ് അവൻ വണ്ടി ഓടിക്കും. കാറ് ഓടിക്കട്ടെ. കൊള്ളാവോ? ചക്കവറ്റില് കൊള്ളാവോന്ന്? കുഴപ്പമില്ല. അത് കുഴപ്പമില്ലാതെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഉണ്ട്, എന്നാലും ഇച്ചിരി കട്ടിയുണ്ട്. കടിച്ചാൽ പൊട്ടണില്ല. അത് വിലപ്പെടുത്താൻ വേണം. തണുത്ത് പോയത് ആരെങ്കിലും മേടിക്കൂ? കൊള്ളാം. പല്ല് വെച്ച് ചവയ്ക്കണ്ടേ? മിക്സി ഒന്നും അല്ലല്ലോ വായി കിടക്കണം. ഇത് തിന്ന് തീർക്കണ്ടേ? അപ്പൊ തീർന്ന് കുഴപ്പമില്ല, കൊള്ളാം. ഇതിനൊക്കെ കൊള്ളാവൂ. അല്ലെങ്കിൽ ഇന്നിപ്പോ അക്ഷയയിൽ ഇതിനെ കൊണ്ട് പോയെങ്കിൽ എന്തായനെ? നിങ്ങൾ യുദ്ധത്തിന് പോയതൊന്നും അല്ലല്ലോ, അക്ഷയയിൽ പോയതല്ലേ. അവിടെ പോയിട്ട് എന്താ ചെയ്യണേന്ന് എനിക്കറിയാം. അവിടെ പോയിട്ട് എങ്ങനെ ചെയ്യണേന്ന് അയക്കാം. എന്ന് കൂടെ എവിടെ കൊണ്ടൊന്ന് പോയെങ്കിൽ ഇന്ന് കാണായിരുന്നു. അയ്യോ, അവിടെ തിരക്കൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുങ്ങത്തേ. തിരക്ക് മാത്രം പറഞ്ഞതാ? തിരക്ക് മാത്രമല്ല, ഇന്ന് പോയപ്പോൾ നമ്മൾ കണ്ടതും ഇന്ന് സംഭവിച്ചതുമായ കാഴ്ചകൾ വ്യക്തമായിട്ട് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. അത് ഷെയർ ചെയ്യണം, നല്ലതല്ലേ? അതെ, പറയാല്ലേ. ആ, എന്താ കാഴ്ചകൾ പറയാ? മൂന്നാറൊന്നും അല്ലേ പോയ? ഈ ജംഗ്ഷനിൽ അക്ഷയ വരല്ലേ പോയ? ഹലോ, അവൾ പറയും, അത് കേക്ക്. ഒരിക്കലേ പറയുള്ളൂ, ശ്രദ്ധിച്ച് കേട്ടോണം. ഞാനേ എനിക്ക് അടുക്കളയിൽ പണിയുണ്ട്, മാറ് പോ. ഹലോ, കൊറേ നേരമായി പിടിച്ചിട്ട്. കേൾക്കേണ്ട ആള് താങ്കളാണ്, കേട്ടിട്ട് പോവൂ. കേക്ക് ഞാൻ പോയേക്കാം. നിങ്ങൾ കുടുംബക്കാരെന്തെങ്കിലും പറയാം. ഈ ഒരു കേക്ക രസമുള്ള ഒരു കാഴ്ചയല്ലേ, കഥയല്ലേ? ഇപ്പൊ ഞാനും ഡാഡിയും കൂടെ അക്ഷയ സെന്ററിൽ എത്തുന്നു. അതിന് മുമ്പുള്ള വേണ്ടേ? അതിന് മുമ്പുള്ള കാര്യങ്ങൾ പറയാൻ അതും പറയണോ? ക്ഷേത്രന്റെ മുമ്പെന്ന് പറയുമ്പോൾ പെട്രോൾ പമ്പും കോഴിക്കടയും അതെല്ലാവർക്കും അറിയത്തില്ലേ? കേക്ക് ഞാനും ഡാഡിയും കൂടെ അക്ഷയ സെന്ററിലോട്ട് നടന്നു വരുവാണ്. ഇപ്പൊ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ ഡാഡിയെ നോക്കുന്നു. എല്ലാരും നോക്കി, ക്ലീൻ സാറേ, ഹായ്, ക്ലീൻ സാറേ, നമസ്കാരം. എല്ലാവരും, എനിക്ക് നടക്കാൻ വയ്യ. അതായത് നമ്മൾ നടക്കും, അപ്പൊ തന്നെ ഒരാൾ ഇങ്ങനെ വിളിക്കും, ഹായ്. ഡാഡി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു അവിടെ എത്തണ വരെ. സത്യം, എന്റെ അമ്മ സത്യം. എനിക്ക് അങ്ങനെ ചുമ്മാ പറയേണ്ട ആവശ്യമില്ല. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ എത്തിയപ്പം വലിയ ക്യൂ. നമ്മൾ ഏറ്റവും ബാക്കിൽ നിൽക്കുവാണ്. എന്നിട്ട് ഇതിന് എപ്പോ കിട്ടുമെന്ന് പറഞ്ഞ് ഞാനും ഡാഡി നിന്നപ്പം ഒരാൾ അവിടെ നിന്ന് ക്ലീൻ സാറല്ലേ എന്ന് പറഞ്ഞ് ഓടി വന്നു. നല്ല ഇടി കിട്ടിയിട്ടുണ്ടാവും. കടിയല്ലടി, കടി കിട്ടി, കടി. അവർക്ക് സഹിക്കുന്നില്ല. അവിടെയാണ് ട്വിസ്റ്റ്. ഓടി വന്നിട്ട് സാറെന്ത് ഇവിടെ നിൽക്കണേ, ബാബാ എൻ്റെ കൂടെ വന്ന് പറഞ്ഞു. അപ്പൊ ഞാനും പെട്ടെന്ന് ഇതെന്ത് ഇങ്ങനെയെന്ന് പറഞ്ഞപ്പോ ഈ ക്യൂ, ഇത്രയും ക്യൂവിന്റെ ഫ്രണ്ടിൽ കൂടെ നമ്മളെ വിളിച്ച് ഒരു ക്യാബിന് കയറ്റി അമ്മ വെറും 5 മിനിറ്റ് എല്ലാം സെറ്റ് ചെയ്ത്. അത് എന്നിട്ട് പറഞ്ഞു, ടീച്ചർ സാർ എന്തിനു ക്യൂവിന് നിൽക്കണേ, എന്നെ വിളിച്ചാ പോരെ. സത്യം, ഞാനാകെ തള്ളിക്കയറ്റുന്നുണ്ട്. അപ്പൊ എനിക്ക് അതിന്റെ ഒരാവശ്യം പ്രവർത്തകന്റെ വിലയൊന്നും പറഞ്ഞാൽ അത് നിനക്ക് ബോധ്യമല്ല. എനിക്ക് കണ്ടപ്പോ എനിക്ക് നീ ഇതുപോലെ പലത് എന്തെങ്കിലും കാണാൻ പറ്റും. അപ്പോഴേക്കും അപ്പൊ എന്നാ പിന്നെ വെള്ളം ഇട്ടി എന്നപ്പോഴേ ഏതോ വലിയ നേതാവാന്ന് അവര് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. തെറ്റിദ്ധരിക്കുന്നത് ശരിയായ ധാരണ ഏതാണ്? നേതാവിന്റെ അനിയൻ. ഞങ്ങള് കൊടങ്ങാള് ഫാമിലി എന്ന് പറഞ്ഞ രാഷ്ട്രീയത്തിൽ കിടന്ന് ഇളകി മറിയുന്നവരാ. അതൊക്കെ എവളോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നേതാവായിന്ന് തോന്നി കാണുന്നു. അതെ, അതൊക്കെ വല്ല അറിയാമോ? ആനക്കല്ലേ ആനയുടെ വില അറിയാവൂ? അമ്പളത്തോട്ട് എങ്ങനെ ആൾക്കാർ പറയുന്ന കേൾക്കണമെങ്കിൽ ആനയ്ക്ക് ആനയുടെ വില അറിയില്ല എന്നാ പറഞ്ഞത്. അത് കാട്ടി കിടക്കണം. ഇത് നാട്ടിലുള്ള ആനയുടെ കാര്യമാണ് പറഞ്ഞത് കേട്ടാ. ആനയ്ക്ക് ആനയുടെ വില അറിഞ്ഞാൽ തീർന്നു. ഈ ആനപ്പിണ്ടത്തിനുള്ളതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഹലോ, ആരുമില്ലേ? ആരുമില്ലേ ഇവിടെ?
എന്നിട്ട് അതൊക്കെ കൊണ്ടുവന്ന ഇവിടെ ഇതിനകത്താണോ എല്ലാം സെറ്റ് ഒഴിച്ച് വെച്ചേനി അക്ഷയ ഒന്ന് കാണാൻ വന്നതാ. അക്ഷയ ഒന്ന് വിളിക്കോ? അക്ഷയ ആരാന്നറിയാലോ, ഇത് ഞാൻ ആരാന്നറിയാലോ, അതെ, ഇത് എന്റെ വീടാണെന്ന് അറിയാലോ, അറിയാം. അക്ഷയ എന്ന് പറയുന്നത് എന്റെ മകളാണെന്നും അറിയാലോ. അറിയാം. അപ്പൊ കാര്യം എന്താണെന്ന് എന്നോട് പറഞ്ഞാൽ മതി. അല്ല, അത് ഞാൻ ആ കുട്ടിയോട് തന്നെ പറയാം, ഒന്ന് വിളിക്ക്. എൻ്റെ പൂരാടം, നീ കിടന്ന് ഒരുപാട് കളിക്കല്ലേ. ഈ അക്ഷയ എന്ന് പറയണത് എൻ്റെ മോള്, അവളോട് കാര്യം പറയണത് നീ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അവളോട് പറഞ്ഞോളാം കേട്ടാ. എനിക്ക് നമ്മൾ തമ്മിൽ തർക്കിച്ചിട്ട് കാര്യമൊന്നുമില്ല, വെറുതെ എന്തിനാ ഇങ്ങനെ തർക്കിക്കുന്നേ. ഞാൻ ആ കുട്ടിയെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാൻ വന്നതാ. ഓ അത് ശരി. അത് ശരി. ആ ലിസ്റ്റ് ഇവിടെ ചേർക്കാൻ നിൽക്കണ്ട, വെറുതെ പണി മേടിക്കാൻ നിൽക്കല്ലേ. ചെല്ലേ ആണികളെ കൂട്ടി പാന്നോ. ഈ വോട്ടേഴ്സ് ലിസ്റ്റ് നമുക്ക് അറിഞ്ഞൂടാത്തതാണല്ലോ, അതെന്താ സംഭവം? അത് കൊള്ളാം. ഓഹോ, എന്തായാലും മോളെ ഒന്ന് വിളിക്ക്. അത് വിളിക്കേണ്ട കാര്യമല്ല. അവള് ആർക്ക് വോട്ട് ചെയ്യണമെന്നൊക്കെ എനിക്കറിയാം, അവൾക്കും അറിയാം. അത് അങ്ങനെ ചെയ്യുള്ളൂ. നീ വെറുതെ എവിടെ നിന്ന് ചൊറിയാതെ നീ പോവാൻ നോക്ക് പൂരാടം. ക്ലിറ്റോ, എനിക്ക് നമ്മൾ തമ്മിൽ തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് നിന്നോട് സംസാരിക്കാനുമില്ല. മോളെ ഒന്ന് വിളിക്ക്. എനിക്കും എൻ്റെ മോക്കും നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. പിന്നെ എൻ്റെ മോൾ ആരോട് സംസാരിക്കണമെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ഒരാടാ വിട്ടുകൂടി, വേറെ വീട്ടിൽ പോയി ഫോട്ടോ കാണിച്ചാൽ പറ്റത്തില്ല കേട്ടോ. ആണികളെ കൂട്ടി പോവാൻ പാന്നോ. നോക്ക് നിന്റെ ടീമുകളുമായിട്ട്. മോളെ, ഞങ്ങൾ വന്നത് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാൻ വേണ്ടിയിട്ടേ. ഇപ്പൊ 18 വയസ്സ് കഴിഞ്ഞവരെല്ലാം ചേർത്തോണ്ടിരിക്കുവല്ലേ, അപ്പൊ മോളുടെ പേരൂടെ ചേർക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാ. എടേ പൂരാടം, നീ എന്ത് വിഡ്ഢിയാണെടേ. എടേ, ഞാൻ DDT പാർട്ടി എല്ലാമായ ഒരാളാണ്. എൻ്റെ ശരീരത്തിൽ ഓടുന്നത് DDT ചോരയാണ്. ഇത് എൻ്റെ ചോരയാണ് ഈ ചോര. എവളുടെ ശരീരത്തിൽ ഓടുന്ന ചോരയിലും DDT ആണ്. പിന്നെ നീ എന്ത് ഞാനേ മോളെ, ഇത് ഗ്ലിറ്റോ പറയുന്നവളെ നിൽക്കട്ടെ, വെറുതെ വോട്ട് പാഴാക്കി കളയരുത്. ആദ്യത്തെ വോട്ടാണ്. നന്നായി പ്രവർത്തിക്കുന്ന പാർട്ടിക്കാരാരാന്ന് വെച്ചാൽ അവർക്ക് വോട്ട് ചെയ്യുക, അതാണ് നല്ലത്. അല്ല, ഡാഡിയുടെ DDT പാർട്ടി ആയതുകൊണ്ട് അങ്ങനെയൊന്നുമല്ലേ, ഏത് പാർട്ടിയാണോ നല്ലോണം പ്രവർത്തിക്കണം അത് നോക്കിയിട്ട് അങ്ങനെ ഇടുന്നൊക്കെ പറഞ്ഞിരിക്കുക. അത് മതി, അങ്ങനെ തന്നെ പ്രവർത്തിക്കണം. ഇപ്പൊ നമുക്ക് എന്നാണ് ഈ വോട്ട് ഒപ്പാ. അപ്പൊ നേതാവേ, ബൈ, നമുക്ക് കാണാം. എന്തൊരു വർത്താനം പറഞ്ഞേ? ഡാഡി ഇങ്ങനെ വിളിക്കുമ്പോഴാണോ DDT പാർട്ടി നിലവാരമുള്ളത് നോക്കണമെന്നൊക്കെ പറയുന്നത്? ഞാനെന്താ പറഞ്ഞു? ഡാഡി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്രയും വർഷമായിട്ട് ഞാൻ ക്ലീറ്റോ ചേട്ടനോട് മറുത്തൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടാ? ഈ മുത്തിനിത് അല്ല, ചിലപ്പോ അറിയാതെ വായിന്ന് വീണതായിരിക്കും. അതേന്നേ, അവൾ അറിഞ്ഞോണ്ട് പറയോ? അതിന് എന്തിനാ ഈ ക്ലീറ്റോ ഇങ്ങനെ ഇരുന്ന് വ്യസനിക്കണത്? എനിക്കൊന്ന് വിഷമം. ക്ലീറ്റോ അത് പോട്ടെ, വിട്ടുകള ക്ലീറ്റോ ചേട്ടൻ. കൊച്ചല്ലേ? അവൾ കൊച്ചല്ല, അവള് വലുതായല്ലോ, ഇപ്പൊ വലിയ കുട്ടിയായി. ഇതിന് മാത്രം ഇവിടെ എന്ത് സംഭവിച്ചെന്നാ എനിക്ക് അറിഞ്ഞൂടാ. ഈ പൂരാടത്തിന്റെ സ്വഭാവം മറ്റാരേക്കാളും അച്ചമ്മയ്ക്ക് അറിയാമല്ലോ. അത് തന്നെ, അവളത് മനസ്സിലാക്കിയില്ല, അത്രേ ഉള്ളു. അത്രേ ഉള്ളു. അത് വിട്ടുകള ക്ലീറ്റോ. എന്നാലും അയാൾ നമ്മുടെ കുടുംബത്തേർ കാണിച്ച പണിയുണ്ടല്ലോ, അത് ശരിയായില്ല. എന്നാലും എന്റെ മോളെ ക്ലീറ്റോ മതി. ഇതേ നിർത്തിക്കേ, ഉടുപ്പൊക്കെ മാറ്റിയിട്ടൊന്ന് വന്ന് കുളിച്ചെന്തേലും കഴിക്കാൻ നോക്കിക്കേ. വന്നേ, വാ 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 വാ. അവക്ക് നല്ല വിഷമമുണ്ട്. ഇപ്പോഴാണ് അവിടെ ശരിക്കും പറഞ്ഞ ഇതിന്റെ ഗൗരവം മനസ്സിലായത്. അവിടെ വിഷമിച്ചിരിക്കുക. അവിടെ ഞാൻ പോയി വിളിച്ചോണ്ട് വരട്ടെ അവളെ. കുഴപ്പമില്ല, അവള് അറിയാതെ പറഞ്ഞായിരിക്കും. ആണല്ലോ, അതങ്ങ് വിശ്വസിക്ക്, അറിയാതെ പക്ഷെ പറഞ്ഞു. എന്നാലും ഇങ്ങനെ പൂരാടത്തിൻ്റെ അയാൾ ആര് വകവെക്കുന്നല്ലെങ്കിൽ അത് തന്നെ. ക്ലീറ്റിങ് വന്നേ, ഉടുപ്പ് മാറിയിട്ട് കുളിച്ചിട്ടോ. ഞാൻ റോഡ് വരെ പോയിട്ട് വരാം. അതെ, ഈ പോക്ക് ശരിയല്ല, വിടരുത്. ഇതിങ്ങനെ പൂരാടത്തിനകത്ത് കലിപ്പുണ്ടാക്കാൻ വേണ്ടിട്ട് പോവാ, ചുമ്മാ ആവശ്യമില്ലാതെ. അതിന് പൂരാടം എന്നോടൊന്നും ചെയ്തില്ലല്ലോ, എന്നോട് കാണിച്ച എന്റെ മോളല്ലേ. ഞാൻ പോയിട്ട് വരാം. വേണ്ട ക്ലീറ്റോ ചേട്ടാ, കുഴപ്പമില്ല, ഞാൻ പോയിട്ട് വരാം. വരാൻ വഴക്കൊന്നും പിടിക്കല്ലേ. തകർന്നു പോവാണ്, തകർന്ന തരിപ്പണായിട്ട്. ശരിയാക്കട്ടെ ഞാൻ. നീ അതിനോട് കിടന്ന് വഴക്കുണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? എന്തൊരു എനിക്കും സങ്കടമാവുന്നു.
അമ്മയും ഡാഡിയും സങ്കടപ്പെടുന്നുണ്ട്. ആ കൊച്ചിനുണ്ട് അതിന്റെ വിവരം. അതിന്റെ തള്ളക്കും തന്തയ്ക്കും വിഷമാണല്ലോ എന്നുള്ളത്. ഇവക്ക് ആ ബോധവും സ്നേഹവും ഇല്ലാത്തത് എന്താ ലില്ലി? എന്റെ അമ്മ എനിക്കും വിഷമമുണ്ട്, പക്ഷെ എനിക്ക് എന്റെ കാര്യമാണ് മനസ്സിലാവാത്തത്. കാര്യം നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല എടി, നിന്റെ ഡാഡിയുടെ ശത്രുവാണ് ഇവിടുന്ന് വന്നു പോയെന്ന് നിനക്ക് മനസ്സിലായില്ലേ? മാമി, ഞാൻ ചെന്ന് അവര് സംസാരിച്ചപ്പോ ശത്രുതയെന്ന് എനിക്ക് ഫീൽ ചെയ്തു. നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് എന്റെ uncle പൊന്നു സംസാരിച്ചത്. ലില്ലി, 18 വയസ്സായപ്പോ ഇവക്ക് ഈ വോട്ടവകാശം കിട്ടി. അതിന്റെ അഹങ്കാരം ഇപ്പൊ ഈ കാണിക്കുന്നത്. ഇവളുടെ ചെലവിൽ എങ്ങനെ ഞങ്ങൾ ജീവിക്കേണ്ടി വന്ന ഇവള് ഞങ്ങളെ വെച്ചേക്കോ? ഇങ്ങനെയൊക്കെ പറയണ എന്തിനാണ് അമ്മ? ഞാൻ പിന്നെ എങ്ങനെ പറയണ? ഞാൻ പറയണത് നീയാണോ തീരുമാനിക്കേണ്ടത്? അതിന് മാത്രം ഇവിടെ എന്തെങ്കിലും നടന്നു പറയണല്ലെങ്കിലേ. മക്കളെ, അങ്ങേര് ഒന്ന് മച്ചമ്മയെ കുറ്റം പറഞ്ഞത് കേട്ടോ? അയ്യോ, ഞാൻ അത് കേട്ടില്ല. അവിടെ അല്ലേ പ്രശ്നം. ഞാൻ അതിന് ശേഷം അവിടെ പോയത്. അപ്പൊ അവര് നല്ല നീ അങ്ങോട്ട് മറിച്ചേനെ. അങ്ങനെ കേട്ടിരുന്നെങ്കിൽ ഞാൻ പ്രതികരിച്ചേനെ. ഇത് അതൊന്നും ഞാൻ കേട്ടില്ല. നിനക്ക് നിന്റെ ഡാഡിയോട് എന്ത് വേണമെങ്കിലും പറയാം, പക്ഷെ മറ്റുള്ളവർ നിൽക്കുമ്പോ പറയരുത്. അതേ ഉള്ളു പ്രശ്നം. മാമി അവിടെ ഇല്ലായിരുന്നല്ലോ. ഞാൻ കാര്യം പറഞ്ഞുതരാം. ഇവർ അടി ഉണ്ടാക്കിയതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ലേ. ഞാൻ ചെന്നപ്പോ അവര് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നു. അപ്പൊ അങ്കിൾ വോട്ട് അവകാശത്തിന്റെ കാര്യത്തിനെ കുറിച്ച് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഡാഡി DDT പാർട്ടിയിൽ ഉള്ളത് കൊണ്ട് വോട്ട് കൊടുക്കണമെന്നില്ല. എനിക്ക് ആ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ഇഷ്ടമാണെങ്കിൽ ചിലപ്പോ ഞാൻ വോട്ട് കൊടുക്കാതെ എന്റെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു. അത്രയും ആവശ്യമില്ലായിരുന്നു. അങ്ങനെ പറയരുത്. അങ്ങനെയല്ലേ എല്ലാവരും വോട്ട് കൊടുക്കുന്നത്? വോട്ട് കൊടുക്കണത് പിന്നല്ലേ. ഇപ്പൊ ഞാൻ DDT പാർട്ടിക്ക് വോട്ട് എടുക്കണ പാർട്ടിനോടുള്ള ഇഷ്ടം കൊണ്ടാ. ഞാൻ കൊടുക്കണതോ? മച്ചമ്മ എവിടെ നിൽക്കുന്നു? ഉള്ളതുകൊണ്ടല്ലേ അതിനകത്ത് വോട്ട് കൊടുക്കണത്. എന്റെ അമ്മ അങ്ങനെ ചെയ്യാൻ പാടില്ല അമ്മ. നമ്മള് ഭരിക്കാനുള്ള പാർട്ടിയല്ല നമ്മൾ. എവിടെ നിന്നാലും അത് നല്ലതാണ്. ഇനി നാളെ മച്ചമ്മ DDT പഠിച്ച് വേറെ സംഘടന രൂപീകരിക്കുന്ന അവിടെ വോട്ട് കൊടുക്കും. ഡാഡി ഉണ്ടോ? ഓക്കെ, അതൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തോ. പക്ഷെ നമ്മൾ ആ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ഇഷ്ടമായാൽ മാത്രമല്ലേ നമ്മൾ വോട്ട് കൊടുക്കാൻ പാടുള്ളൂ. അല്ല ഡാഡി ഉണ്ട്, എന്റെ മാമനുണ്ടെന്നൊക്കെ പറഞ്ഞ് നമുക്ക് അങ്ങനെ ചെയ്യാൻ നീ പാടില്ല. ആർക്കെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കും. നിന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. തരത്തില്ലെന്നല്ല, ഞാൻ പഠിച്ചിട്ട് അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഡാഡിയുടെ പാർട്ടിക്ക് വോട്ട് കൊടുക്കും. DDTക്ക് തന്നെ. അത് തന്നെ പഠിച്ച അല്ലാതെ ഡാഡി ഞാൻ എന്തേലും പറഞ്ഞോ? അറിവ് കൂടിയന്റെ. ആ പാവം പിടിച്ച മനുഷ്യൻ വിഷമിച്ചാ പോയേക്കണേ. എന്ത് പറയാനാ മക്കളെ, തലമറന്ന് എണ്ണ തേക്കരുന്നൊരു പഴഞ്ചൊല്ലുണ്ട് പണ്ടുള്ളവർ. അത് ഓർത്ത് വെച്ചാൽ മതി. അളിയ ഈ പൂരാടത്തിന്റെ നാക്കേ വാകീറിയ ചാക്ക് പോലെ. ഇനി ആര് വിചാരിച്ചാലും അത് തുന്നി കെട്ടാൻ പറ്റത്തില്ല. എന്നാലും അവൻ ഇത് എത്ര നാള് പറഞ്ഞു നടക്കുമെന്ന് അറിയണമല്ലോ. അവനല്ല എന്റെ അടുത്ത് പറഞ്ഞ മറ്റവൻ. ഏത് മറ്റാണ്? ആദ്യം ഈ പൂരാടത്തിന്റെ വല്ല ശിങ്കിടിയായിരിക്കും അളിയ. അവന്റെ പേര് ശിങ്കിടി എന്നല്ല, വേറെ എന്തോ ആണ്. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലടാ. ഇവന്റെ കാര്യം വലിയ പ്രശ്നം അളിയന്റെ കാര്യം. അളിയനെ ഇനി പുറത്തിറങ്ങി ആരും നിയന്ത്രിക്കാൻ പറ്റത്തില്ലല്ലോ. ആൾക്കാർ പറയും വീട്ടിലെ കാര്യം നിയന്ത്രിച്ചിട്ട് ഇങ്ങോട്ട് പോകാന്ന് പറയും. അളിയൻ ആരെങ്കിലും ദേഷ്യപ്പെടാൻ പറ്റുമോ? കൊച്ചു പറഞ്ഞതിലും കാര്യമുണ്ട്. ഇപ്പോഴത്തെ തലമുറ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അവർക്ക് വ്യക്തമായ എല്ലാ കാഴ്ചപ്പാടുമുണ്ട്, വ്യക്തമായ തീരുമാനങ്ങളുണ്ട്, അഭിപ്രായങ്ങളുണ്ട്. അവർക്ക് ശരിയെന്ന് തോന്നുന്നതേ അവർ ചെയ്യത്തുള്ളൂ. നമ്മളെപ്പോലൊന്നുമല്ല. നമ്മളൊക്കെ പണ്ട് എന്താ ചെയ്തു? എൻ്റെ വാപ്പ പോയ വഴിയാണ് ഞാനും പോയത്, ഇവൻ്റെ അച്ഛൻ പോയ വഴി. അളിയനും അതുപോലെ. പക്ഷെ ഇതൊക്കെ ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാവാം, കൊള്ളാമെന്ന് ചോദിച്ചാൽ കൊള്ളാം, ചീത്തയാണോ എന്ന് ചോദിച്ചാൽ ചീത്ത ചെയ്യുക. ഒന്നും പറയാൻ പറ്റാത്ത കാലഘട്ടമാണ് അത്. ഡാഡിക്ക് എന്നെ അറിയാലോ. നിങ്ങൾ പറയണ പോലെ ഒന്നും ആയിരിക്കുമല്ലോ ഡാഡി ചിന്തിക്കണ. സോറി പറയാൻ മാത്രം എന്തുവാ? ഞങ്ങള് പറഞ്ഞ പോലെ അങ്ങ് കേട്ടാ മതി. കാണുമ്പോ തന്നെ ഓടിച്ചെന്നൊരു സോറി പറയും, അപ്പൊ തീർന്നോളൂ. സോറി മാത്രമല്ല, DDT പാർട്ടി അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഡാഡി അങ്ങനെയാണ്, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അന്നേരം എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നി പറഞ്ഞതൊക്കെ പറയണം. എന്തിടി നോക്കണത്? നിനക്ക് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഇങ്ങനെ പറയിപ്പിച്ച് ചെയ്താ പിന്നെ അതിന് വല്ല ഇതും ഉണ്ടോ? നിന്റെ ഡാഡിയുടെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി അത്രയെങ്കിലും ഒന്ന് ചെയ്യ്. എങ്കിൽ പിന്നെ ഞാനും സോറി പറയാം. നീ സോറി പറയണ്ട. എന്തിന്? നീ ഒരു അക്ഷരം മിണ്ടിയേക്കല്ലേ. നീ പറഞ്ഞാൽ നമ്മളെല്ലാവരോട് പ്ലാൻ ചെയ്ത് പറഞ്ഞാൽ അപ്പൊ തന്നെ ക്ലീറ്റോ ചേട്ടന് മനസ്സിലാവും. മക്കളൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. അമ്മയും സോറി പറയണില്ല, വേറെ ആരും പറയണില്ല കേട്ടോ. ഇരിക്കണുണ്ടോ? ഇതേ വരുന്നുണ്ട്. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ഡാഡി, ഞാൻ ഡാഡി വിഷമിപ്പിക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞല്ല. പക്ഷെ ഡാഡിക്ക് വിഷമായിട്ടുണ്ടെങ്കിൽ സോറി. സോറി പറയാൻ വേണ്ടി എൻ്റെ മോള് തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഞാനും കുറെ ആലോചിച്ചപ്പോഴാണ്
ഡാഡിക്ക് മനസ്സിലായത്. ഇതൊരു ജനാധിപത്യ രാഷ്ട്രമല്ലേ, ആരാർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം പ്രായപൂർത്തിയായ എല്ലാവർക്കും ഉണ്ടല്ലോ. അവിടെ മോള് സോറി ഒന്നും പറയണ്ട. ഞാൻ അങ്ങനെ പറഞ്ഞല്ല, ജസ്റ്റ് അങ്ങനെ. പക്ഷെ ഡാഡിക്ക് അത്ര ഫീൽ ആവും. ഡാഡിക്ക് ഇല്ല, ഡാഡി അത് കുറെ ആലോചിച്ചപ്പോൾ ഡാഡിക്ക് മനസ്സിലായി മോളെ ഭാഗമാണ് ശരിയെന്ന്. എൻ്റെ മോള് വളർന്നത് ഗവൺമെന്റ് അറിഞ്ഞിട്ടും ഞാൻ അറിയാതെ പോയി എന്നുള്ളതാ. വിഷമമുണ്ട്. ഇല്ലെന്ന് എന്ത് വിഷമം? ക്ഷമിച്ചോ. ഞാൻ ക്ഷമിക്കാൻ നീ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. സോറി ഒന്നും വേണ്ട. എൻ്റെ മോള് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുള്ള പ്രാപ്തിയായി, നല്ല പക്വതയുള്ള ഒരാളായി എന്നുള്ളത് ഡാഡിക്ക് സന്തോഷമല്ലേ? ഞാൻ പറയുമായിരുന്നു നീ സമാധാനമായിട്ട് ഇരിക്കേ, ഡാഡിക്ക് ഒരു കുഴപ്പമില്ല, അവൾ ഒരേ വിഷമമായിരുന്നു. 18 വയസ്സായി കഴിഞ്ഞാൽ ഇതുപോലെ ആവണം, പക്വതയും പ്രാപ്തിയാവണം കേട്ടോ. പെണക്കൊന്നുമില്ലേ? അയ്യോ എൻ്റെ പൊന്നെ ഇല്ല. ഉറപ്പ്? ഒരു കാര്യം ചെയ്യ്, പോയി ഡാഡിക്ക് ഒരു അടിപൊളി ചായ എടുത്തുണ്ടെന്നേ. ചേട്ടൻ വേണോ? ഞാൻ വരാം, അല്ലെങ്കിൽ അവിടെ എല്ലാം നിരത്തും. പോയി നിന്റെ ബിസ്ക്കറ്റ് എടുത്തുണ്ടോ? 17 വയസ്സ് വരെ അവൻ്റെ അടുത്തും എല്ലാം പറയാൻ പറ്റൂ, അത് കഴിഞ്ഞാൽ സ്വന്തം തീരുമാനങ്ങളായി. എന്നാലും ഞാൻ ആലോചിക്കുമായിരുന്നു, ഇവിടെ നിന്നപ്പോൾ ഇല്ലാത്ത ഈ ബോധം ഈ ഗേറ്റ് കഴിഞ്ഞിട്ട് വന്നപ്പോൾ എങ്ങനെ തിരിച്ചു കിട്ടി? നീ റൊണാൾഡേ, എന്ത്? ഇതൊരു സൈക്കോളജിക്കൽ മൂവ് എന്ന് പറയും. എന്ത് മൂവ്? ഈ രാഷ്ട്രീയത്തിൽ 10 തലയുള്ള രാവണൻ എന്ന് തന്നെ അറിയപ്പെടുന്നത് വെറുതെ അല്ലല്ലോ. അല്ല, അതിവിടെ പറയേണ്ട കാര്യമില്ല. അവളെ ഇപ്പം നല്ല പക്വതയുള്ള പെങ്കൊച്ച, കാര്യങ്ങൾ തിരിച്ചറിയാനും എങ്ങനെ പ്രവർത്തിക്കണം, എന്ത് ചെയ്യണമെന്നൊക്കെ അറിയാനുള്ള ഒരു ബോധമുള്ളൊരു കുട്ടിയാണ്. ഈ സെന്റിമെന്റൽ ട്രാക്ക് പിടിക്കാതെ ദേഷ്യപ്പെടുകയോ വഴക്ക് പറയുകയോ ചെയ്താൽ എങ്ങാനും ഒരു വോട്ട് തരണമെന്ന് തോന്നി അത് താഴായി പോവുക. ഇതിപ്പോൾ ഈ സഹതാപത്തിൻ്റെ പേരിൽ ഒരു വോട്ട് തരണമെന്ന് തോന്നിയാലോ? നിങ്ങൾ 10 തലയുള്ള രാവണനല്ല, 100 തലയുള്ള പെരും രാവണൻ. ഡാഡി ചായ റെഡി. വരുന്നു മോളെ.